ഒരു ടൂ വീലറിലൊക്കെ 10,000 വരെ പ്രോഫിറ്റ് കിട്ടാൻ പാകത്തിനുള്ള ഒരു മാർജിനിൽ നമുക്കന്ന് കിട്ടുമായിരുന്നു. ഫോർച്യൂണർ ഒരു 100 ഫോർച്യൂണർ ആണ് കേരളത്തിൽ ആദ്യമായിട്ട് വിൽക്കുന്നത്. ആ 100 ഫോർച്യൂണറിൽ ഒരു ഫോർച്യൂണർ മേടിച്ച ആളാണ്. കാറുകളൊക്കെ വിറ്റ് ഒഴിവാക്കി പതുക്കെ നമ്മൾ ലണ്ടൻ പിടിക്കാം. ഇനിയിപ്പോൾ ലണ്ടനിലേക്ക് പോവാം. ജോലി കിട്ടണത് നമുക്ക് അവിടുത്തെ ഒരു ബേക്കറിയിലാണ് ജോലി കിട്ടുന്നത്. രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഒരു 20 കിലോയുടെ ഒനിയൻ ബാഗാണ് അതും എടുത്തു തരും നമ്മുടെ കയ്യിലേക്ക്. അരിഞ്ഞോളം പറയും 2 പണി സുഖം. ഇവിടെ വളരെ നമുക്ക് അത്രയ്ക്ക് ഫ്രീഡമാണ്. നമ്മളാണ് അവിടുത്തെ രാജാവ് അതിനകത്ത്. അങ്ങനെയായി മനസ്സിലാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അത് ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷെഫെ നമുക്കൊരു റെസ്റ്റോറൻറ്റ്, ഷെഫ് പറയും പ്രതീക്ഷ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുള്ള ക്യാഷ് ഉണ്ടാക്കുക. പ്രൊഫൈലിൽ മാറി തുടങ്ങിയ ആൾ സുരേഷ് ഏട്ടൻ ഷെഫ് പിള്ളയായി. പണിയെടുത്തിട്ടാണെങ്കിലും നമുക്കതൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് അതിലേക്ക് എത്തണം. പണ്ട് മുതലേ ഉള്ള ശീലമാണ്. നമ്മളൊരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് എത്തും. ഒക്കെ ഇംഗ്ലീഷ് ഏരിയയിൽ എപ്സം എന്ന് പറയുന്ന ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളൂ. ഒരു മലയാളി പോലും ഇല്ലാത്തടത്ത് പോയി ഊട്ടുപുരയിട്ടു. UK മൊത്തം അറിയുന്ന ഒരു റെസ്റ്റോറൻറ്റും നല്ല ഫുഡും കൊടുക്കുന്ന അതുപോലെ നമുക്ക് പേരായി. നല്ല അതിന് ഒരു ഭയവും ഇല്ലാതെ നാളെ ഇനി പാത്രം കഴുകാൻ ഇറങ്ങേണ്ട ഗതികേട് വന്നാലും ഇറങ്ങും. ഐ ആം റെഡി ടു. എനിക്കങ്ങനെ ഒരു പേടിയില്ല. എന്ത് വെട്ടി പിടിച്ചു അല്ലെങ്കിൽ എന്ത് നേടി എന്നാ കരുതുന്നത്? വളരെ നല്ല രീതിയിലുള്ള തരക്കേടില്ല, നല്ല രീതിയിലുള്ള ഒരു ബാക്കപ്പ് നമ്മുടെ കയ്യിൽ നമ്മൾ സമ്പാദിക്കുകയും നമ്മൾ റേഞ്ച് റോവറൊക്കെ മേടിച്ച് നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു മൂവാറ്റുപുഴ സ്വദേശിയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് UK എത്തുകയും അവിടെ തൻ്റേതായ ഇടങ്ങൾ കണ്ടെത്തി വലിയൊരു വ്യവസായ സാമ്രാജ്യം സൃഷ്ടിക്കുകയും ചെയ്ത വലിയൊരു സംരംഭകനാണ് നമുക്കൊപ്പം ഉള്ളത്. ഇന്ന് കേരളത്തിലും അദ്ദേഹത്തിന് സംരംഭങ്ങളുണ്ട്. UK സെറ്റിലായതിനു ശേഷം കേരളത്തിലുള്ള ആളുകൾക്ക് കേരളത്തിൽ തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യവുമായിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നമസ്കാരം പ്രതീഷ്, സ്പാർക്കിന്റെ വേദിയിലേക്ക് സ്വാഗതം. താങ്കളുടെ ജനനവും വളർച്ചയും എല്ലാം മൂവാറ്റുപുഴയിലാണ്. ഇപ്പോഴത്തെ ഭാഷയിൽ ജനിച്ചു വളർന്നത് മൂവാറ്റുപുഴ മുടവൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. മുടവൂർ ആ ഒരു ഗ്രാമം 3 കിലോമീറ്റർ മൂവാറ്റുപുഴ ടു 3 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഒരു മൂവാറ്റുപുഴക്കാരനാണ്. അതെ, മൂവാറ്റുപുഴക്കാരനാണ്. വളർച്ചയും പഠനവും എല്ലാം അവിടെ തന്നെയായിരുന്നു. മുടവൂർ തന്നെയായിരുന്നു. മുടവൂർ വീട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്കൂളിങ്. അതിനുശേഷം മൂവാറ്റുപുഴയിൽ കോളേജ്. ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ച ആളാണ് നമ്മൾ. സാധാരണ ഫാമിലിയായിരുന്നു. എന്തായിരുന്നു അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യായിരുന്നു? അച്ഛനും അമ്മക്ക് കൃഷിയാണ്. അവർക്ക് കൃഷിയായിട്ട് ജീവിച്ചു പോകുന്നവരാണ്. മൂവാറ്റുപുഴയിൽ പഠിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം നമ്മൾ ഞാൻ ചെറിയ ഏജിലെ ഒരു 20 വയസ്സിലെ ബിസിനസ്സിലേക്ക് ലൈക്ക് നമുക്ക് വണ്ടിയോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. ആ ടൈമിലൊക്കെ നമ്മൾ ചെറിയ ബൈക്കുകൾ മേടിക്കുകയും അത് ഫസ്റ്റ് നമ്മൾ ബൈക്ക് കച്ചവടത്തിലേക്കൊക്കെയാണ് ചാടുന്നത്. 20ാമത്തെ വയസ്സിൽ ബൈക്ക് കച്ചവടത്തിലേക്ക്? അതെ. ആദ്യം തന്നെ നമ്മൾ ചെറിയ ബൈക്ക് മേടിക്കും. അത് ചെറിയ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ തിരിച്ചു കൊടുക്കും. ലാഭം ഉണ്ടായോ? അല്ലേ, നല്ല ലാഭം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ബൈക്ക് കച്ചവടം ലൈക്ക് ഞങ്ങൾ ഒരു 3 ഫ്രണ്ട്സ് കൂടിയിട്ട് നമ്മൾ കൊച്ചിയിൽ വരികയും ഇവിടുത്തെ ആ ടൈമിൽ ലൈക്ക് ഫിനാൻസ് കമ്പനികളൊക്കെ വണ്ടികൾ ഫിനാൻസ് അടയ്ക്കാതെ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് കൂടുതലായിട്ട്. അപ്പോൾ ആ വണ്ടികൾ നമുക്ക് നല്ലൊരു മാർജിൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അതായത് ഒരു ടൂ വീലറിലൊക്കെ 10,000 വരെ പ്രോഫിറ്റ് കിട്ടാൻ പാകത്തിനുള്ള ഒരു മാർജിനിൽ നമുക്കന്ന് കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ ടൂ വീലർ വാങ്ങി നമ്മൾ സെയിൽ ചെയ്യും. മൂവാറ്റുപുഴ കൊണ്ടുപോയി നമ്മൾ വാങ്ങി നമ്മൾ തന്നെ ബിസിനസ് ചെയ്യുന്ന, അതായത് മറിച്ചടിക്കും അവർക്ക് തന്നെ. അതായത് വേറെ ഷോറൂംകാർക്ക് തന്നെ മറിച്ച് കൊടുത്താലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു രീതിയിലൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യും. എവിടെ നിന്ന് സാധനം വാങ്ങണമെന്ന് അന്നേ പഠിച്ചായിരുന്നു? അതെ, അന്നേ നമ്മൾ പഠിച്ചു. ഇവിടെ കൊച്ചിയിൽ വന്ന് ഇത് എടുത്താൽ നമുക്ക് നല്ല പ്രോഫിറ്റിന് മൂവാറ്റുപുഴ കൊണ്ടുവന്ന് അത് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അന്ന് തന്നെ ഒരു എക്സ്പീരിയൻസ് ആയി. വട്ടച്ചെലവിനുള്ള കാശ് നമ്മൾ വളരെ ചെറുപ്പത്തിലേ തനിച്ചുണ്ടാക്കുമായിരുന്നു. നമ്മളുടെ കാര്യങ്ങൾക്കുള്ള എല്ലാ ചെലവുകൾക്കുള്ള കാശ് നമ്മൾ തന്നെ പണിയെടുത്തുണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ കച്ചവടം കണ്ടിന്യൂ ചെയ്തോ? അത് കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്തപ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മളെപ്പോഴും നമുക്കിപ്പോൾ അതിനൊരു ഡിഗ്നിറ്റി, നമുക്ക് ബൈക്ക് കച്ചവടം വേണ്ട, നമുക്കൊന്ന് കാറ് കച്ചവടത്തിലേക്ക് കടന്നു തുടങ്ങാം. അപ്പോൾ അതൊക്കെ കാറുകൾ മേടിച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ആ ടൈമിൽ നമ്മൾ അന്ന് റെൻ്റേ കാറൊന്നും ഇവിടെ ഒരു നല്ല രീതിയിലൊന്നും ആയിട്ടൊന്നുമില്ല. മൂവാറ്റുപുഴ ചെറിയ രീതിയിൽ നമ്മളൊരു 10 വണ്ടിയൊക്കെ മേടിച്ച് റെൻ്റേ കാറിന് കൊടുക്കുകയും അത് പിന്നെ റെൻ്റേ കാർ കുറച്ച് തലവേദനകളായി തുടങ്ങി റെൻ്റേ കാർ പതുക്കെ അങ്ങ് നിർത്തി. നമ്മൾ ഈ വണ്ടി കച്ചവടവും നമ്മൾ അങ്ങനെ തന്നെ പോവുകയായിരുന്നു. വല്ല പേരിട്ടാണോ? ഷോപ്പിന് വല്ല പേരിട്ടായിരുന്നോ? ഡ്രീം കാർ എന്ന് പറഞ്ഞിട്ട് മൂവാറ്റുപുഴ കാർ ഷോറൂമൊക്കെ ഉണ്ടായിരുന്നു. ഇട്ടു. കാറ് വാങ്ങുക, കാറ് വിൽക്കുക, ലാഭം ഉണ്ടാക്കുക, വീണ്ടും കാറ് വാങ്ങുക, കാറ് വെക്കുക. പിന്നെ നമുക്ക് വണ്ടി ഭയങ്കര ക്രൈസ് ആണല്ലോ. നമുക്ക് കാറ് ബിസിനസ് പോലെ തന്നെ നമുക്ക് വണ്ടിയോടും ക്രൈസാണ്.
വണ്ടി നമ്മൾ ആ ടൈമിലേ നമ്മൾ നല്ല നല്ല വണ്ടികൾ ഏറ്റവും ഏത് ഇവിടെ അന്ന് ഒരു സ്കോർപ്പിയോ ഇന്നോവ അങ്ങനെയുള്ള വണ്ടിയൊക്കെ ഇറങ്ങണ ടൈമാണ്. അതൊക്കെ ഏതെല്ലാം പുതിയത് ഇറങ്ങണോ അപ്പം തന്നെ പുതിയത് പോയി മേടിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല വണ്ടികളായിരിക്കും. നല്ല വണ്ടി യൂസ് ചെയ്ത് അപ്പോൾ നാട്ടിലൊരു റിച്ച് ആയെന്നുള്ള ഫീലൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ അന്നേ കൊടുത്തിരുന്നു. നമ്മൾ ഈ സാധാരണക്കാരിൽ നിന്ന് പോയതാണെങ്കിലും നമ്മൾ അന്നേ നല്ല രീതിയിലേ നടക്കത്തുള്ളൂ. അതിനുസരിച്ച് അതിലും നമുക്ക് ഒരേ ആഗ്രഹങ്ങളാണല്ലോ നമുക്ക്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇങ്ങനെ പോകണം എന്നുള്ള ഒന്നിൽ നിന്ന് പതുക്കെ വണ്ടി കച്ചവടം ചെയ്ത് പിന്നെ നമ്മൾ കാറിലേക്കായി. അപ്പോഴത്തേക്കും നമ്മൾ ഒരു കോതമംഗലത്ത് ഒരു ആർച്ചിസിൻ്റെ ഗിഫ്റ്റ് ഗാലറി. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആവണമെന്നാണല്ലോ. നമ്മൾ ഇതിൽ നിന്ന് മുകളിലേക്ക് പോകണം. ഫ്രണ്ട്സിൻ്റെ ഇടയിലെല്ലാം നമുക്കൊരു പേര് വേണം. നമ്മൾ അങ്ങനെ മുകളിലേക്ക് പോയി ഒരു കോതമംഗലത്ത് പോയി ഒരു ആർച്ചിസ് ഗിഫ്റ്റ് ഗാലറി തുടങ്ങി. അതൊരു 2009 വരെ. ആ ടൈമിലേക്ക് അപ്പോഴത്തേക്കും ആ സമയത്ത് ഭയങ്കര ട്രെൻഡാണ്. ആർക്ക് എന്ത് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കണം വേണം. അപ്പോൾ കട നിറച്ച് കോതമംഗലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോളേജുള്ള ഒരു ആ ടൈമിൽ എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, എത്ര കോളേജ് ഉണ്ട് തന്നെയാണെന്ന് അറിയില്ല. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഈ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കോളേജുള്ള ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് കുറേ 2009 വരെ ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പോഴത്തേക്കൊക്കെ നമ്മളൊരു അത്യാവശ്യം ഒരു സെറ്റായി. വീട് പണി, സിസ്റ്റർമാരെയൊക്കെ കല്യാണം കഴിഞ്ഞു. ആ ടൈം 2007 ആയപ്പോഴത്തേക്കും നമ്മളൊരു തരക്കേടില്ലാത്ത സിറ്റുവേഷനിലെത്തി. ആ ടൈമിൽ നമുക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. കണ്ടുപിട്ടി ആള് മൂവാറ്റുപുഴ തന്നെ. ആള് നേഴ്സിംഗ് പഠിക്കാനായിട്ട് മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് വന്നത് അദ്ദേഹം. അപ്പം നമുക്കന്ന് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഓഫീസൊക്കെ നമ്മുടെ ഓഫീസ് അവരുടെ തന്നെ ബിൽഡിങ്ങിലാണ്. അപ്പം അങ്ങനെ കണ്ടുമുട്ടി. അത് പതുക്കെ പ്രേമമായി. അപ്പോൾ ആൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്ക് ആൾക്കും ഇങ്ങനെ പുറത്ത് പോകണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. നേഴ്സാണല്ലോ. അപ്പോൾ 2007 ആൾ വെളിയിൽ ഇങ്ങനെ ലണ്ടനിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. സ്റ്റുഡൻ്റായിട്ടാണ് പോയത്. ആ ടൈമിൽ സ്റ്റുഡൻ്റായിട്ട് പോയി. അവിടെ ചെന്ന് ചെറിയ ജോലികളൊക്കെ ചെയ്ത് പാർട്ട് ടൈം ജോലിക്കൊക്കെ ആൾ കയറുകയും പിന്നെ നമ്മൾ 2010 നമ്മളുടെ കല്യാണം. ആൾ 3 വർഷക്കാലം അവിടെ നിന്നു. 2010 കല്യാണം തിരിച്ചു വന്നു. നമ്മൾ വീട്ടിലെല്ലാവരും ഒക്കെ കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് പതുക്കെ 2010 ലണ്ടനിലേക്ക് നമ്മൾ ഇവിടുത്തെ ബിസിനസ്സുകളെല്ലാം വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ കാറുകളൊക്കെ വിറ്റ് ഒഴിവാക്കി പതുക്കെ നമ്മൾ ലണ്ടൻ പിടിക്കാം. ഇനിയിപ്പോൾ ലണ്ടനിലേക്ക് പോവാം. കയ്യിൽ അത്യാവശ്യം ചില്ലറയൊക്കെ ഉണ്ട്. നമുക്ക് ലണ്ടനിൽ ചെന്ന് ഇതെന്താ ലണ്ടനെ കുറിച്ചൊന്നും നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. നമ്മൾ ലണ്ടനിൽ പോയി. ലണ്ടനിൽ ചെന്നപ്പോൾ നമ്മളൊരു ആദ്യം ചെന്ന് ഞാൻ പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. അവിടുത്തെ ഒരു ലിറ്റിൽ ഹാംപ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഒരു 2 വർഷക്കാലം ഞങ്ങൾ ലിറ്റിൽ ഹാംപ്ടണിൽ നിന്നു. അപ്പോഴത്തേക്കും നമുക്ക് സിറ്റിയിലേക്ക് വരണം. അപ്പോൾ എല്ലാവരും അവിടെ നിന്നു. 2 വർഷക്കാലം ലിറ്റിൽ ഹാംപ്ടണിൽ നിന്നു. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ താമസമൊക്കെ? അവിടുത്തെ താമസം ഫസ്റ്റ് ചെന്ന് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ വണ്ടി പ്രാന്തൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളവിടെ ചെന്നപ്പോൾ ഒരു വണ്ടി മേടിക്കാനും അത് നല്ല രീതിയിലൊന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ചെന്നല്ലേ ഉള്ളൂ. രണ്ടുപേരും ഞങ്ങൾ ജസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന വഴി തന്നെ ഞാൻ അവിടെ ഒരു കാർ, നല്ല തിരക്കേടില്ലാത്ത അന്നത്തെ അടിപൊളി ഒരു കാറ് മേടിച്ചു. അതുമായിട്ട് നല്ല രീതിയിൽ നല്ല ഫുഡിങ്, കറക്കം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന് നമ്മൾ കൊണ്ടുപോയേക്കണ കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി ആയിട്ടുണ്ട്. പിന്നെ വൈഫിന് ജോലിയുണ്ട് കേട്ടോ. വൈഫിന് ജോലിയുണ്ട്. നമുക്ക് അവളുടെ കാര്യങ്ങൾ എല്ലാം സേഫാണ് അവിടെ. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ നമ്മൾ ഈ നാട്ടിൽ ഇതുപോലെ ഫ്രണ്ട്സും നമ്മൾ നടന്നേക്കണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്നത്തെ ഏറ്റവും നല്ല രീതിയിലാണ് നടന്നേക്കണേ. പോകുമ്പോൾ 2010 പോകുമ്പോൾ ഇവിടെ ഫോർച്യൂണർ ഒരു 100 ഫോർച്യൂണർ ആണ് കേരളത്തിൽ ആദ്യമായിട്ട് വിൽക്കുന്നത്. ആ 100 ഫോർച്യൂണറിൽ ഒരു ഫോർച്യൂണർ മേടിച്ച ആളാണ് ഞാൻ. നന്നായിട്ട് അങ്ങോട്ട് പോയി. അതുപോലെ വണ്ടിയോടൊരു പ്രാന്താണ്. അപ്പം ആ ടൈമിലും ആ ഫോർച്യൂണറൊക്കെ കൊടുത്തിട്ടാണല്ലോ കയറി പോകുന്നത്. അവിടെ ചെന്ന് കുറച്ച് കാലമൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും കയ്യിലുള്ള ബാങ്ക് ബാലൻസും 1 വർഷം 2 വർഷം നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ മാതിരി ഒരു 2000 3000 അല്ലെങ്കിൽ ഒരു മാസം 30,000 ഒന്നും അല്ലല്ലോ തീരണേ. 1000 2000 1 ലക്ഷം എന്നുള്ളത് 1 ലക്ഷമായി 2 ലക്ഷമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണത് അവിടെ ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അന്ന് 70 രൂപയാണ്. ഭയങ്കര ചിലവ്. അപ്പം അങ്ങനെ പോയി ഞാനൊരു ജോലിക്ക് കയറാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിപ്പെട്ടു. അവസാനം ബാങ്കൊക്കെ ഏകദേശം നില്ലായി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഒരു ജോലി കിട്ടുന്നത് അവിടുത്തെ വാട്സൺ എന്ന് പറയുന്ന മിൽക്ക് കമ്പനിയിലാണ്. മിൽക്ക് അവിടുത്തെ നല്ലൊരു മിൽക്ക് സപ്ലയറാണ്.
അപ്പോൾ അത് അവിടെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ കൂടിയിട്ടാണ് രണ്ടുപേർ. അവന് ജോലി ഉള്ളതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ആദ്യം അവിടെ പോകുന്നത്. ജോലിക്ക് ചെന്നു. അതൊരു പാകിസ്ഥാനിയാണ് അതിൻ്റെ ഓണർ. നമ്മൾ ചെന്ന് നമ്മൾ ഓർത്ത് പോയി മിൽക്ക് കമ്പനി വലിയ പണിയൊന്നും ഉണ്ടാകത്തില്ല എന്നോർത്ത് ചെന്നു. ഈവനിങ് ആണ് നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യണത്. വൈകുന്നേരം ഒരു 6 മണി 7 മണിക്ക് നമ്മളവിടെ ചെല്ലണം. എന്നിട്ട് ഈ മിൽക്കെല്ലാം 14 വണ്ടി ഉണ്ടാവും, എൻ്റെ 14 വാൻ. ഈ 14 വാനിലേക്കും ഫുൾ ലോഡ് ചെയ്യണം. നമ്മൾ ലണ്ടൻ എന്ന് വിചാരിച്ച് പുറത്തു അവിടെ തന്നെ ലോഡായിക്കോളും, നമ്മളിങ്ങനെ നോക്കി ഇത് കൗണ്ട് ചെയ്തായി വലിയ പ്രതീക്ഷയായിട്ടാണ് നമ്മൾ പോണേ. അവിടെ ചെന്ന് ചെയ്തപ്പോൾ ഇത് ബൈ ഹാൻഡ്, അതായത് ഇവിടുത്തെ ലോഡിങ്ങുകാർ കയറ്റുന്ന പോലെ 14 വണ്ടിയുടെയും റാക്കിൽ നമ്മൾ ഈ മിൽക്ക് മൊത്തം എടുത്ത്, അതായത് ഒരെണ്ണം ഒരു 4 മിൽക്കായിട്ടാണ് അവർ വന്നെ. 2.5 ലിറ്ററിൻ്റെ പാക്കറ്റ്, ഒരു 10 കിലോയെങ്കിലും മിനിമം വെച്ചുള്ള ഒരു ബോക്സാണ് അത്. 10-15 വലുതനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ സാധനം എല്ലാ റാക്കിലും കയറ്റി അടുക്കി കൊടുക്കണം 14 വണ്ടിക്കും. എത്ര പേരുണ്ട്? ഞങ്ങൾ 2 പേര് കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. 2 പേര്, വേറെ ആരുമില്ല. 2 പേര്, ഞാനും എൻ്റെ ജൂഡെന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് കൂടെ കൂടിയിട്ടാണ് ഈ ജോലി മൊത്തം ചെയ്യുന്നത്. അവനൊരു ആലപ്പുഴക്കാരനാണ്. ഭയങ്കര രസം. ഞങ്ങൾ നല്ല എൻജോയ്. ഞങ്ങൾ വേറെ മാർഗങ്ങളൊന്നും നമുക്കില്ല. കിട്ടിയേക്കുന്ന ആദ്യത്തെ ഒരു ജോലി ഇതാണ് നമുക്ക്. അപ്പം 2 പേരെ, അവൻ്റെയും വൈഫ് പ്രഗ്നൻറ്റ്, എൻ്റെയും വൈഫ് പ്രഗ്നൻ്റ്. ആ ടൈമിൽ 2 പേരും. അപ്പം ഞങ്ങൾ ജോലിക്ക് പോയാലാണ് കാര്യങ്ങളൊക്കെ ഓടുള്ളൂ. അങ്ങനെ അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ നല്ല ത്രിൽഡായിട്ട് നല്ല അടിച്ചു പൊളിച്ച് ഞങ്ങൾ ജോലിയൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസം വൈഫിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. അതെ, പ്രഗ്നൻ്റ് ആണല്ലോ. ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇന്ന് ഒരാൾ കൂടെ ഒരു ബൈസ്റ്റാൻഡർ വേണം, പോരുന്നു. അപ്പോൾ ആ ദിവസം നമുക്ക് ഈ ജോലിയുണ്ട്, മാറാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ മിൽക്കാണല്ലോ, നമ്മൾ ചെന്നില്ലെങ്കിൽ ആ ലോഡ് ചെയ്യില്ല, അവർക്കത് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, പ്രോബ്ലമാണ്. എൻ്റെ ഒരു ഇന്നസെൻസി, ഞാൻ അവിടെ വരെ ചെന്ന് അദ്ദേഹത്തോട്, സാർ എനിക്കിന്ന് ഓഫ് വേണം, ഇന്ന് വരാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷനാണെന്ന് പറയുക. പാകിസ്ഥാനി വളരെ റൂഡായിട്ട് നോ വേ, ഓഫില്ല, നീ വർക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ സോറി പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് കമ്പനിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് വീട്ടിലേക്കുള്ള മുട്ട, മിൽക്ക്, ബ്രെഡ്, ഇത് 3 നമുക്ക് ഒന്നും പേയ്മെൻറ്റ് കൊടുക്കേണ്ട. ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് നിനക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകാം. അങ്ങനെയും ഉണ്ട്. നമ്മൾ ഈ സാധനം ഒരു മിൽക്ക് കൊടുത്തു, തിരിച്ച് നേരെ വണ്ടി കയറി. ഞാൻ പറഞ്ഞു ബൈ എന്നിങ്ങനെ കാണിച്ചിട്ട് ഞാൻ ഇനി പോന്നു. പിന്നെ ആ കമ്പനിയിട്ട് പോയിട്ടില്ല, അവിടെ വെച്ച് ആ ജോലി നിർത്തി. അപ്പോഴത്തേക്കും വൈഫ് ഒരു 8 മാസം കുഞ്ഞു ഡെലിവറി ടൈമായി. പതുക്കെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഒരാൾ കുഞ്ഞ് നോക്കിയേ മതിയാവത്തുള്ളൂ. അവിടുത്തെ നിയമങ്ങൾ സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ തന്നെ ഉള്ളൂ. നമുക്കൊന്നും ഇന്ന് വരെ ലൈഫിൽ നമ്മൾ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കണേ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല, പ്രസവം എടുക്കുന്നത് എങ്ങനെയാ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. നമ്മളുടെ എല്ലാം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു. കുഞ്ഞിനെ അവിടുത്തെ കുറച്ച് മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആളുകളൊക്കെ നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ തന്നെ എല്ലാം പഠിക്കുകയാണ്. അവിടെ ഒരു 2 മാസക്കാലം UK പതുക്കെ നിന്നപ്പോഴത്തേക്കാണ് ഈ കുഞ്ഞിന് പാസ്പോർട്ട് കിട്ടിയിട്ട് വേണം തന്നെ നമുക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ കുഞ്ഞിന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു, പാസ്പോർട്ടൊക്കെ കിട്ടി. പിന്നെ നമ്മൾ വന്നൊരു 3 മാസക്കാലം അടുപ്പിച്ച് വീണ്ടും നാട്ടിലേക്ക്, അപ്പോഴത്തേക്ക് ഹോളിഡേക്ക് വന്നു. ഇവിടെ നിന്ന് ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. പിന്നെ നമ്മൾ തിരിച്ച് ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു ജോലി കണ്ടെത്തണം. ആ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനും വൈഫും കൂടെ ഒരു ഡിസിഷൻ എടുത്തു. നമുക്ക് ഈ നിൽക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇപ്പം കുഞ്ഞിനെ നോക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമുക്ക് ഒരു ദിവസം കിട്ടുന്ന സാലറി കൂടുതൽ ആ കുഞ്ഞിനെ നോക്കുന്ന ആൾക്ക് കൊടുത്താലാണ് അവിടെ കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് മാറിയേ നമുക്ക് മതിയാവത്തുള്ളൂ. നമുക്ക് റിലേറ്റീവ്സ് ഇല്ല ആരും ലണ്ടനിൽ. നമ്മുടെ ആരും കസിൻസ് ഒന്നുമില്ല ആ ടൈമിൽ. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തു, നമുക്ക് ഇവിടുന്ന് കുറച്ച് മലയാളികളുള്ള സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ ഒരു കെയർടേക്കർ ഒരു കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു. ഞങ്ങൾ അവിടുന്ന് ക്രോയിഡോൺ, ലണ്ടനിൽ ക്രോയിഡോൺ എന്ന് പറഞ്ഞ മലയാളികളൊക്കെ ഒത്തിരി അധികമുള്ള സ്ഥലത്തേക്ക് ലണ്ടനിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു. അപ്പോൾ ഈ ഇവളുടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് റിക്വസ്റ്റ് നടത്തിയിട്ട് വേണം നമുക്ക് മാറണമെങ്കിൽ. എങ്ങനെയായാലും അവർ നല്ലൊരു കമ്പനിയായിരുന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്തു. നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ച് മാറി. 2011 ലാസ്റ്റിലാണ് മാറുന്നത്. കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ഒരു മലയാളികളെയൊക്കെ അവിടെ നമുക്കൊരു ഡേയിൽ ചെറിയ എമൗണ്ട് കൊടുത്താൽ നമുക്ക് വന്ന് മലയാളി തന്നെ ചേച്ചിമാരൊക്കെ വന്ന് നോക്കിത്തരും. അപ്പം ഞാനൊരു ജോലിയോടെ വേറെ നോക്കി. പതുക്കെ ഒരു ജോലി കിട്ടണമെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു
ബേക്കറിയിലാണ് ജോലി കിട്ടുന്നത്. ബേക്കറി ഒരു 20ഓളം ബേക്കറി യൂണിറ്റ് ഉള്ള അവരുടെ വെയർ ഹൗസിൽ, അതായത് ഈ ബേക്കറിയിലേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി പോകുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് ആദ്യത്തെ ജോലി കിട്ടുന്നത്. ബോർമ പോലത്തെ ഇടം. അതെ, ഒരു അവരുടെ ബോർമ, ഇവിടുത്തെ ബോർമ എന്നാണ് പറയണത്. പക്ഷെ അവിടെ അതിൻ്റെ കമ്പനിയാണ്. അവിടെ ജോലി കിട്ടി. നമ്മൾ അത് വെളുപ്പിന് 2 മണിക്കാണ് ആ ജോലി സ്റ്റാർട്ട് ചെയ്യണത്. ഈ ബോർമ എന്ന് പറഞ്ഞാൽ ഈ വെളുപ്പിനെല്ലാം ഔട്ട്ലെറ്റിലേക്കും എല്ലാ ബിസ്ക്കറ്റ്, എല്ലാ കേക്ക്, ബണ്ണ്, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി പോകണമല്ലോ. അപ്പോൾ നമുക്കവിടെ രാത്രി 2 മണിക്ക് ജോലിക്ക് കയറണം. 2 to 8 മണിക്കൂർ ജോലിയാണ്, 10 മണി വരെ വെളുപ്പിന്. ഞാൻ വളരെ ജോലി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ജോലി അടുത്ത ജോലിയാണല്ലോ, ഇവിടുത്തെ കളഞ്ഞിട്ടൊക്കെ പോയേക്കണെയാണ്. അത് ഇംഗ്ലീഷ് കമ്പനിയാണ്. ചെന്നപ്പോൾ നല്ല ഒരു ഓണറാണ്. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്നത് കൂടുതലും തമിഴ് ആളുകളാണ്. അതായത് ഈ ബേക്കറിയിലായതുകൊണ്ട് തമിഴ് പീപ്പിൾ, ശ്രീലങ്കൻ തമിഴാണ് കൂടുതലും വർക്കേഴ്സ്. ഞാൻ ചെന്നപ്പോൾ ഒരു മലയാളി ഉണ്ട് എൻ്റെ കൂടെ. പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റുള്ളവരൊക്കെ, അതൊരു ട്രിവാൻഡ്രംകാരനാണ്, മറ്റുള്ളവരൊക്കെ തമിഴ് ആളുകളാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കവർ ചെന്നതേ മലയാളീനെ കണ്ടേ അവന്മാർക്ക് ഒരു മലയാളി ഉണ്ട്, അടുത്തവനോടെ വന്നപ്പോഴത്തേക്കും അവന് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഈ ജോലി മേടിച്ചു തന്നെ ഈ ശ്രീലങ്കൻ അവിടെയുള്ള ഒരുത്തിന് 250 പൗണ്ട് കൊടുത്തിട്ടാണ് ഈ ജോലി അവന് മേടിച്ചു തന്നത്. അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അവൻ എടുത്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അവിടെ കയറാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ്, റെഫറൻസ് ഇതൊന്നും കാണിക്കാനില്ല ആ ടൈമിൽ. വേറൊരു ജോലിക്ക് പോയതിന് നമ്മൾ അവിടെ റെഫറൻസ് ഒന്നും തരില്ലല്ലോ. നമ്മൾ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് ജോലി കിട്ടാൻ ആ ടൈമിലൊരു ബുദ്ധിമുട്ടാണ്. 2011 നമ്മൾ ഇവരുടെ അടുത്ത് പോയി. ഇവൻ ഈ 250 പൗണ്ട് മേടിച്ച് ഇവൻ ജോലിക്ക് കയറ്റിയിട്ട് ഇവൻ ചെന്നപ്പോൾ പോലെ ഇവൻ ഭയങ്കര റൂഡ് നമ്മളോട്. ലൈക്ക് ഞാൻ അവിടെ മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ ഒരേ സ്റ്റാഫും ഇതുപോലെ വന്ന് നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആക്കടെ കയ്യിൽ നിന്ന് 250 രൂപ വെച്ച് അവന് കിട്ടുവാണ്. മനസ്സിലായി? 250 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ 25,000 രൂപയായി. അത് അവൻ്റെ ഒരു ബിസിനസ് അവൻ്റെ ഒരു ട്രിക്കാണത്. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ മതിയാവുള്ളൂ ഈ ജോലി. അങ്ങനെയായി അവനപ്പോൾ അത് നമ്മളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഫെഡപ്പ് ആപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഒരു 20 കിലോയുടെ ഒനിയൻ ബാഗാണ് അതും എടുത്തു തരും നമ്മുടെ കയ്യിലേക്ക്. അരിഞ്ഞോളം പറയും. ഒരു കത്തി എടുത്തു തരും, ഈ സാധനം എടുത്തു തരും. നമ്മൾ വെളുപ്പിന് ചെല്ലുമ്പോൾ ഈ ഒനിയൻ, ആദ്യം നമ്മുടെ പണി ഈ ഒനിയൻ അരിയലാണ്. ആദ്യമൊക്കെ നമ്മൾ കിട്ടിയതിൻ്റെ ഇതിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും. അല്ലെങ്കിൽ ഒരു 20 കിലോ ബാഗ് അരിഞ്ഞാൽ പിന്നെ ഒരു 2 days കഴിഞ്ഞ് 3 days കഴിഞ്ഞായിരിക്കും അടുത്ത കിട്ടണേ. ഇതൊരു റൊട്ടേറ്റ് ചെയ്ത് വേറെ വരുമായിരിക്കും എന്നൊക്കെയാണ് നമ്മളുടെ ധാരണ. പക്ഷെ ഡെയിലി നമുക്കിത് ഈ പണി നമുക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചേക്കുവാണ്. കണ്ണീക്കട 20 കിലോ ഒനിയൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ വീട്ടിൽ പോലും ഒരു ഒനിയൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ചാടി നമ്മൾ ചെയ്യലായി. അപ്പം നമ്മൾ മറ്റുള്ള കൊളീഗ്സൊക്കെ നമ്മളോട് പറഞ്ഞു, ഇത് നിന്നോട്ടവൻ പണി തന്നെയാണ്, നീ പതുക്കെ അവനോട് പറ, എനിക്കിത് തന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറ. ഞാൻ 1-2 നിർത്തം അവനോട് പതുക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ആൾ എന്ത് ചെയ്താൽ എന്നെ ഈ ജോലിയിൽ നിന്ന് അവൻ മാറ്റുന്നില്ല. എങ്ങനെയെങ്കിലും പിന്നെ നമ്മളെ ഈ ജോലി തന്നെ അവൻ തരുന്നു. അപ്പം അങ്ങനെയായിപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ചെറിയ അവനുമായിട്ട് നമ്മളൊരു ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായി. നമ്മൾ പതുക്കെ ഞാൻ ഓണറുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ ജോലി പറ്റത്തില്ല, ലൈക്ക് ഇവൻ ഭയങ്കര റൂഡാണ് ഇവൻ്റെ പെരുമാറ്റം, നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് തന്നെ അവിടെ നിന്ന് 10 മണിക്ക് പോന്നു. പിന്നീട് അതിൻ്റെ ഓണർ എന്നെ ഫോൺ വിളിക്കുകയും പ്രതീക്ഷ കം ബാക്ക് ടു ജോയിൻ വിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ചു വന്നു, ജോയിൻ ചെയ്തു, കുറച്ച് നാളോടെ ഓടിച്ചു. അപ്പോഴത്തേക്കും ഞാൻ വേറെ നല്ലൊരു റെഫറൻസ് ആയ നമുക്ക് വേറൊരു കമ്പനിയിലേക്കൊക്കെ നമുക്ക് അടുത്ത ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വേറൊരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു. 3ാമത്തെ ജോലിയാണ് നമ്മളൊരു കിച്ചൺ അസിസ്റ്റൻ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് അവിടെ ഒരു ഇംഗ്ലീഷുകാരി തന്നെയാണ്, പ്രോപ്പർ ഇംഗ്ലീഷുകാരിയായിരുന്നു അതിൻ്റെ മാനേജർ. ലൈക്ക് അവൾ വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വളരെ എല്ലാ കാര്യവും നമുക്കതേക്കുറിച്ച് ഒരു നമുക്കിപ്പോൾ അതേക്കുറിച്ചോ അറിവുകളൊന്നുമില്ല, എല്ലാം പഠിപ്പിച്ച് 1 വർഷം കൊണ്ട് ആ കിച്ചണിലെ ഒരു ഇംഗ്ലീഷ് കിച്ചൺ എങ്ങനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുക്കിംഗ് എല്ലാം, പാസ്ത അടക്കം അവരുടെ ഫുഡുകളെല്ലാം, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിച്ചു. അത്ര നല്ല ട്രെയിനിങ്, നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട്. നല്ല ബ്രേക്ക് ടൈമിലൊക്കെ നമുക്ക് അവിടെ ബ്രേക്ക് ടൈമിലൊക്കെ അവൾ ഭയങ്കര നമുക്ക് എൻജോയ് ചെയ്യാനുള്ള 2 പണി ശോകമായിരുന്നു. 2 പണി ശോകം. ഇവിടെ വളരെ നമുക്ക് അത്രയ്ക്ക് ഫ്രീഡാണ്. നമ്മളാണ് അവിടുത്തെ രാജാവ് അതിനകത്ത്. അങ്ങനെയായി മനസ്സിലാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അത് ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എന്ത് ജോലി അവൾ പറഞ്ഞോ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. എനിക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു അതിലേക്ക് ഇച്ചിരി OCD ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് പ്ലേറ്റ് ക്ലീനിങ്, അവിടുത്തെ ആ കിച്ചണെ നമ്മൾ
മാറ്റിയെടുത്തു. ഡേ ബൈ ഡേ മാറ്റിയെടുത്തു. അനുസരിച്ച് എല്ലായിടവും കോർണർ ടു കോർണർ നമ്മൾ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി ഇടും. അവൾക്കൊരു നമ്മളെ ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. അപ്പം ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ 10 പൗണ്ട് വരെ അവൾ എടുത്തു തരും നമുക്ക്. നീ പോയി 2 ബിയർ മേടിച്ചു വെച്ചോ. അല്ലല്ലോ, വെള്ളക്കാരൊന്നും അങ്ങനെ തരുന്നവരൊന്നുമല്ല. അവള് ഡേയിൽ നല്ല ക്ലീനിങ് നടത്തുന്ന ദിവസം യു വെരി ടയേർഡ്, ഒരു 10 പൗണ്ടൊക്കെ എടുത്ത് കൈ തന്നിട്ട് പറയും ബിയർ മേടിച്ച് വെച്ചോ, വീട്ടിൽ പോയി എടുത്ത് കുടിച്ചോളാൻ പറയും. ആ ബിയറിനുള്ള പൈസ വരെ അവള് നമുക്ക് തരും. മാനേജർ അത്ര ഹെൽപ്ഫുൾ ആയിരുന്നു. അത്ര ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൽ നിന്ന് പണിയൊക്കെ പഠിച്ച് നമുക്ക് അത്യാവശ്യം അപ്പോഴത്തേക്കും ഈ ഷെഫ്, ഞങ്ങളൊരു 3-4 ഫാമിലി നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒരു 4 പേരുണ്ട്. അതിലൊരാളാണ് ഷെഫുള്ള. അപ്പോൾ എപ്പോഴും നമ്മളുടെ ചർച്ചകളിൽ ഞങ്ങൾ ഇരുന്ന് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഷെഫിനെ നമുക്കൊരു റെസ്റ്റോറൻറ്റ്, ഷെഫ് പറയും പ്രതീക്ഷ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെങ്കിലുള്ള ക്യാഷ് ഉണ്ടാക്കുക, നമുക്ക് എങ്ങനെയായാലും ഇവിടെ ഒരെണ്ണം ചെയ്യണം, അടിപൊളിയായിട്ട് പ്രതീക്ഷ വിചാരിച്ചാൽ അത് നടക്കും. അങ്ങനെ പറഞ്ഞ് മിക്കവാറും ചർച്ചകളിൽ ഒരു 150,000 പൗണ്ട് വേണം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു നോർമലി ചെയ്യണമെങ്കിൽ. അതിനുള്ള ഇവിടുത്തെ ഒരു 1.5 കോടി, ഏകദേശം 1.5 കോടി ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ബഡ്ജറ്റ്. അത് ഉണ്ടാക്കണം നമ്മളെങ്ങനെയെങ്കിലും. അപ്പോൾ അത് ഉണ്ടാക്കിയാലാണ് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലേക്ക് ഇങ്ങനെ എപ്പോഴും ചർച്ചകളാവും. അപ്പോഴത്തേക്കും ഷെഫ് അപ്പോൾ എവിടെ ഷെഫ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. സോഷ്യൽ മീഡിയയിൽ വളരെ എവരി ഡേ പോസ്റ്റിങ്, ആൾ കുക്ക് ചെയ്യണ വീഡിയോ പിടിക്കും, എല്ലാം. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ പരിപാടികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ പിടിച്ച് അതിടും. അങ്ങനെയൊക്കെ പതിയെ ആൾക്കും ഫോളോവേഴ്സൊക്കെ കൂടി ആളുടെയും ലൈഫ് ഇങ്ങനെ ഡേ ബൈ ഡേ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അങ്ങനെയാണ് ആൾക്ക് അവിടെ BBC-യിൽ മാസ്റ്റർ ഷെഫിൻ്റെ ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ആളെ സെലക്ട് ചെയ്തു. അപ്പോഴത്തേക്കും ആളുടെ ലെവലൊക്കെ മാറി തുടങ്ങി, പ്രൊഫൈലിൽ മാറി തുടങ്ങി. ആൾ സുരേഷ് ഏട്ടൻ ഷെഫിള്ളയായി. ആ സമയത്തും നമ്മളുടെ ഡ്രീം ഒരു റെസ്റ്റോറൻറ്റ് ഇടണം. അപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം പണികളൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ആൾ പറഞ്ഞു തന്നതും നമ്മൾ റെസ്റ്റോറൻറ്റ് ഫീൽഡുമായിട്ടും ഈ കിച്ചണിൽ നിന്ന് എക്സ്പീരിയൻസും എനിക്ക് വളരെ ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പണികളൊക്കെ പഠിച്ചു. ഇനി എന്തു വന്നാലും നമുക്ക് ഓർമ്മ ഇട്ടാൽ അതിൻ്റെ ഒരു നല്ല ഷെഫിനെ കിട്ടിയാൽ ബാക്ക്-എൻഡ് പണികളെല്ലാം നമുക്കറിയാം. നമ്മൾ വർക്കെല്ലാം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയായി നമ്മൾ ഫസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോയി. ഞങ്ങളൊരു 3 ഫ്രണ്ട്സ് കൂടിയിട്ട് അപ്പോഴത്തേക്കും ഷെഫുള്ള നാട്ടിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾ മാറി ഷിഫ്റ്റ് ചെയ്തു. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, റാവീസിൽ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്, ഫാമിലി ആയിട്ടും കൂടി മാറുകയാണ്. പിന്നെ പിള്ളേർക്കൊക്കെ അവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആയതുകൊണ്ട് മക്കളും ഒന്ന് നാട്ടിൽ നിന്ന് നാടിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ആളുടെ ഒരു ഡ്രീം ആയിരുന്നു. അതൊക്കെ എല്ലാം കൂടെ റെഡിയായി വന്നപ്പോൾ ആൾ എന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ട് ആൾ കൊല്ലത്തേക്ക് മൂവായി. അത് നമ്മുടെ സ്വപ്നം അവിടെ അവസാനിച്ചു. പക്ഷെ ഞാനത് വിടാൻ തയ്യാറായില്ല. സ്വപ്നം ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഒരു സ്വപ്നം ഏതും നമ്മൾ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുക എന്നുള്ളത് നമ്മൾ എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും നമുക്കത് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് അതിലേക്ക് എത്തണം. പണ്ട് മുതലേ ഉള്ള ശീലമാണ്. നമ്മളൊരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് എത്തും. അതിന് വേണ്ടിയിട്ട് എന്ത് ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അങ്ങനെ പതുക്കെ നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകൾ കൊടുക്കാനുള്ള എല്ലാം നെറ്റിലൂടെ നോക്കി സെർച്ച് ചെയ്ത് ഒരെണ്ണം കണ്ടെത്തി. അപ്പോൾ ഒരു ഷെഫ് ഫ്രണ്ടും ഉണ്ട്. ഒരാൾ മാത്രം ഞാൻ അറിയുന്ന ആളല്ല, ഞങ്ങൾ 3 പേര് കൂടിയിട്ട്. അപ്പോൾ അദ്ദേഹം ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മാനേജറായിട്ട് നിൽക്കാൻ പറ്റിയ ആൾ. അപ്പോൾ ഷെഫുണ്ട്, ഞാൻ ഹെൽപ്പറായിട്ടുള്ള ആൾ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മൾ ക്ലീനിങ് ബാക്കി കിച്ചണിൻ്റെ കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടമുണ്ട്. ആളുടെ ഹെൽപ്പർ അവിടുത്തെ ഒരു മിഡിൽ കൈകാര്യം ചെയ്യാൻ, അതായത് ഒരു ഷെഫ് കുക്ക് ചെയ്യണ സാധനം പ്ലേറ്റിങ്ങിലാക്കി വെളിയിലേക്ക് വിടുന്ന പരിപാടികളെല്ലാം എനിക്കറിയാം. അതേ എനിക്കറിയത്തുള്ളൂ. കുക്കിങ്ങിനെ കുറിച്ച് അറിയില്ല. നമ്മുടെ കേരള കുക്കിങ്ങിനെ കുറിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഒന്നും അറിയത്തില്ല. പക്ഷേ പ്ലേറ്റ് കൈകാര്യം ചെയ്യാനും ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചു. വേണമെങ്കിൽ പാസ്ത ഉണ്ടാക്കും. അതെ, പാസ്ത അങ്ങനെ അവർക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. വൈകുന്നേരങ്ങളിലുള്ള അവരുടെ ഫുഡൊക്കെ നമ്മൾ പഠിച്ചു. അത് ഇംഗ്ലീഷുകാർ പഠിപ്പിച്ചാണ് നമ്മളെ. അങ്ങനെ പതുക്കെ റെസ്റ്റോറൻറ്റ് തപ്പി നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. അതിന് നമ്മൾ ഡിസൈഡ് ചെയ്ത് ഒരു പേരൊക്കെ ഇട്ട്, അന്ന് ഊട്ടുപുരാന്നൊരു പേരൊക്കെ ഇട്ട്, നല്ലൊരു പേര്, നല്ല പക്ക ഇംഗ്ലീഷ് ഏരിയയിൽ എപ്സം എന്ന് പറയണ ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളൂ, ഒരു മലയാളി പോലും ഇല്ലാത്തടത്ത് പോയി ഊട്ടുപുര ഇട്ടു. നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. അത്യാവശ്യം നമുക്ക് ആദ്യത്തെ ഹോട്ടൽ ഊട്ടുപുര. അത് നമ്മളൊരു വർഷക്കാലമൊക്കെ നീണ്ടു പോയോളൂ. അപ്പോഴത്തേക്കും നമ്മുടെ പാർട്ട്ണർഷിപ്പ് നമുക്കത്ര സെറ്റായില്ല, ഒരു സ്മൂത്ത് റണ്ണിങ് ആയിരുന്നില്ല. നമുക്കൊരു ബിസിനസ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വേണമെന്നൊരു നിർബന്ധം നമുക്കുണ്ട്.
അപ്പോൾ ഇത് നല്ല രീതിയിൽ പോകണം. അത് ബിസിനസ്സിൽ പ്രോഫിറ്റ് മാത്രമല്ലല്ലോ, നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്ത് പോകുന്നതിനും നല്ല രീതിയിൽ പോകണം. ആദ്യ സ്വപ്നം അപ്പോൾ തകർന്നു. ആ സ്വപ്നം നമ്മൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്തു, നമ്മൾ അങ്ങ് വിഡ്രോ ചെയ്തു. അതിൽ നിന്ന് ഒത്തിരി വിഷമായി. ആദ്യത്തെ ബിസിനസ് അല്ലേ, UK ഫസ്റ്റ് ബിസിനസ്സാണ് തുടങ്ങിയത്. പ്രതീക്ഷയോടെ തുടങ്ങി, വളരെ പ്രതീക്ഷയോടെ തുടങ്ങി, ബിസിനസ്സും ആക്കി, നമ്മൾ കച്ചവടമാക്കി, നല്ല രീതിയിലുള്ള ബിസിനസ്സായി. അതിനുശേഷം അദ്ദേഹത്തിന് അത് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ മൂവ് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് ദൈവാധീനം എന്നവർ പറഞ്ഞ പോലെ നമ്മൾ ഈ ബിസിനസ് ചെയ്യും, അവിടെ ബിസിനസ് ആക്കി എന്നൊക്കെ കണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു റെസ്റ്റോറൻറ്റുള്ള ആൾ എന്നോട്, അദ്ദേഹത്തിനൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് ഒരുമിച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് എടുക്കാനുള്ള പ്ലാൻ ഇടുവാണ്. ആ ടൈമിൽ ഷെപ്പിള്ള വീണ്ടും തിരിച്ച് UK വന്ന് കോവിഡ് അടിച്ച് ബ്ലോക്കായി നിൽക്കുവാണ്. അപ്പോൾ കോവിഡിൻ്റെ പ്രോബ്ലംസ് നടക്കുകയാണ്. അപ്പോൾ ഷെപ്പിള്ള UK വന്നിട്ട്, അപ്പോൾ നമ്മുടെ അടുത്ത് ഷെഫുണ്ട്, UK വന്നിട്ട് ആൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ സ്റ്റക്കാണ്. ആൾക്ക് നമ്മുടെ സ്വപ്നം അറിയാം, ആളുടെ സ്വപ്നം അറിയാം, എൻ്റെ സ്വപ്നം അറിയാം. ആദ്യത്തെ സ്വപ്നം ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ പറ്റിയതും എല്ലാം തുടങ്ങണത് പോലെ എല്ലാം നമ്മളെന്നും സംസാരിക്കാറുള്ള ആളാണ് ഷെപ്പിള്ള. അങ്ങനെ നമ്മൾ ഷെഫിനോട് ഇങ്ങനെ ഞാൻ സംസാരിച്ചു, ഷെഫെ ഇങ്ങനെയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ പറ്റുമോ, നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആൾ ട്രെയിൻ എടുത്ത് നേരെ വീട്ടിൽ വന്നു. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ പോയി മറ്റേ പാർട്ട്ണറുമായിട്ട് സംസാരിക്കുന്നു. കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടിപൊളി പ്ലേസാണ് പ്രതീക്ഷ, ധൈര്യമായിട്ട് ഇവിടെ തുടങ്ങിക്കോ, ഞാനിത് ഓപ്പൺ ചെയ്തു തരാം, ഞാൻ എന്നാണോ ഫ്ലൈറ്റ് ഓപ്പൺ ആവണേ അന്ന് വരെ ഞാനിവിടെ ഉണ്ടാവും, അതുവരെ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഞാൻ ഇന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കപ്പോൾ ഒന്നോടെ കോൺഫിഡൻറ്റ് ലെവല് 3 മടങ്ങ് കൂടി. കാരണം ഷെഫാണ് പറഞ്ഞേക്കണം, പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണ്ടോ. അപ്പോഴത്തേക്കും ഷെഫുള്ള ലോകം മൊത്തം അറിയണ ഷെഫാണ്. അല്ലാതെ ഒരു കുറച്ച് കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി അറിയുന്ന ആളല്ല ഷെഫുള്ള. അപ്പോഴത്തേക്കും വളർന്ന് പന്തലിച്ച് വലിയ ആളായി. അത് ഇവിടെ വന്ന് കോഹ്ലി, ഈ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് എല്ലാം വന്ന് അവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുത്ത വീഡിയോസ് എല്ലാം ഭയങ്കര വൈറലായി. ആ ടൈമിന് ശേഷമാണ് ആൾ അവിടെ വന്ന് തിരിച്ചു നിൽക്കുന്നത്. അങ്ങനെ ആളുടെ ഒരു എനർജി നമ്മളുടെ കൂടി നമ്മൾ ആ റെസ്റ്റോറൻറ്റ് തുടങ്ങി. അത് അടിപൊളി വിജയമായി. അതിൻ്റെ പേര് റിയൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. അത് നമ്മൾ നല്ല രീതിയിൽ നടത്തി. UK മൊത്തം അറിയുന്ന ഒരു റെസ്റ്റോറൻറ്റും നല്ല ഫുഡും കൊടുക്കുന്ന അതുപോലെ നമുക്ക് പേരായി. നല്ല ഇപ്പോഴും ഞാൻ അതിൻ്റെ പാർട്ട്ണറല്ല ഇപ്പം, എൻ്റെ പാർട്ട്ണർക്ക് തന്നെ കൊടുത്ത് ഞാൻ എനിക്ക് എൻ്റെ ഉള്ളിൽ എപ്പോഴും തനിച്ച് ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ വേറൊരു റെസ്റ്റോറൻറ്റ് തന്നെ അതിൽ നിന്ന് ഞാൻ അപ്പോഴത്തേക്കും എല്ലാം പഠിച്ച് എനിക്ക് ഐ എം വെരി കോൺഫിഡൻറ്റ്. ഞാൻ വേറെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇട്ടു. അപ്പം ഈ പാർട്ട്ണറോടും ഞാൻ അദ്ദേഹത്തിനോടും ചോദിച്ചു, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു, ഇനി വേറെ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ അദ്ദേഹം ഒരു 40 വർഷമായിട്ട് UK ആളാണ്. പുള്ളി വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളൂ, അല്ലാതെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോണമെന്നില്ല. നീ തുടങ്ങിക്കോളാൻ പറഞ്ഞു. വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് എനിക്ക് തിരിവളർത്തി തന്നു. ഞങ്ങൾ അടുത്ത റെസ്റ്റോറൻറ്റ് തുടങ്ങി. എന്ത് പേരിട്ടു? അതിന് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പേരിട്ടു. സിനിമാ പേരാണ്. എല്ലാം അങ്ങനെ കിടക്കട്ടെ. അത് നമ്മളെല്ലാം തുടങ്ങുന്നതെല്ലാം നമ്മളൊരു ഇംഗ്ലീഷ് പക്ക. നമ്മളുടെ കസ്റ്റമർ 80% ഇംഗ്ലീഷുകാരാണ്. നമ്മൾ അവരെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു നെയിം ഇടണം എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ ഇങ്ങനത്തെ പേരുകളൊക്കെ ഇടുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കിട്ടും, ഹിറ്റായി അവിടെ. അതുപോലെ നമുക്ക് ഫുള്ള് വൈറ്റാണ് നമ്മളുടെ കസ്റ്റമർ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് അതിലേക്ക് വന്നു. ഞാനപ്പോൾ എനിക്ക് 2 സ്ഥലത്തോടെ എന്നെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ, അതായത് ഈ റിയൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയും, എനിക്ക് ഇത് തന്നെ മതി, നമുക്ക് അദ്ദേഹത്തിന് തിരിച്ച് വേറെ ആരും ചെയ്യില്ല, വേണമെങ്കിൽ അദ്ദേഹം അടുത്തു പ്രതീക്ഷ നീ നടത്തിക്കോ ഇതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ തന്നെ ഇത് നടത്തിക്കോ, എനിക്ക് രണ്ടിനും കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല പോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അപ്പോഴത്തേക്കൊക്കെ നല്ലൊരു സെറ്റായി. എനിക്ക് പിന്നെ ഒന്ന് കറങ്ങി നടക്കണം, വളരെ അധികം ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. ചെറുപ്പം പോലെ വണ്ടി പ്രാന്തമുള്ളതുകൊണ്ട് ട്രാവലിങ്ങിൽ വട്ടാം. പിന്നെ മിക്കവാറും ട്രാവലിംഗ് ആയി. എവരി 3 months എങ്ങോട്ടെങ്കിലുമൊക്കെ ഒരേ രാജ്യങ്ങൾ പിടിച്ചു പോവുക, അല്ലെങ്കിൽ നേരെ കേരളത്തിൽ വരിക, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഷെഫിൻ്റെ ഒരു കോൾ വരുവാണ്, പ്രതീക്ഷ നമുക്കിങ്ങനെ ഷെഫ് അപ്പോഴത്തേക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങി, RCP തുടങ്ങി ഒരു 3, 4, 5 ബ്രാഞ്ചോളായി, 5-10 ബ്രാഞ്ചോളായി എന്ന് എനിക്ക് തോന്നുന്നത്. ആ ടൈമിൽ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, കൊച്ചി തന്നെയാണ്, നിൻ്റെ നാടല്ലേ,
നിനക്ക് എന്തുകൊണ്ട് വൈ നോട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൂടാ? നീ അങ്ങനെ UK മാത്രം നിൽക്കട്ടെ, കൊച്ചിയിലും അതെ, കൊച്ചിയിലും തുടങ്ങണമെന്നായി. അപ്പം നമുക്ക് അങ്ങനെ ഉള്ളിലൊരു ആഗ്രഹം കിടക്കുന്നുണ്ട് നാട്ടിൽ തുടങ്ങണമെന്ന്. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫിങ്ങിൻ്റെ പ്രശ്നവും ഇവിടെ ഇത് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നും ടഫാണെന്നും നമുക്കറിയാം. UK-ലേക്കായാലും ടഫാണ് ഇവിടെ. നമുക്ക് റെസ്റ്റോറൻറ്റ് നടത്തണമെങ്കിൽ ഇവിടെ സ്റ്റാഫിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കിവിടെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലോ നാട്ടിൽ. ഞാനതുകൊണ്ട് പതുക്കെ ഷെഫ് കൂടാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 100% എനിക്ക് ധൈര്യമായി. അതായത് ഓപ്പറേഷൻ എല്ലാം ഷെഫ് ചെയ്തോളൂല്ലോ. ഷെഫിന് സ്റ്റാഫ് കിട്ടുന്നതിനോ അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ട് ജോലി വേണമെന്നും പറഞ്ഞ് എവരി ഡേ ചെന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 100% ഞങ്ങൾ തമ്മിൽ നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് യുണൈറ്റഡ് കോക്കനട്ട് കൊച്ചിയിൽ വരാനുണ്ടായ സാഹചര്യം. സെൻട്രൽ സ്ക്വയറിൽ 6000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പോകുന്നു. നല്ല ബിസിനസ് ഉണ്ട്. നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഫുഡിനെ കുറിച്ച്. ഷെഫിൻ്റെ ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, സൂപ്പർ ഫുഡാണ്. നമുക്ക് ഓപ്പറേഷൻ പാർട്ട്ണറായിട്ട് ഷെഫുണ്ട്. അവരാണ് ഓപ്പറേഷൻ എല്ലാം. എനിക്ക് ഫ്രീ ആണ്, എതിലേ നടക്കാം. അതായത് ഞാൻ ഒരു തലവേദനകളും എനിക്കില്ല, അതവിടെ റണ്ണായിക്കൊണ്ടിരുന്നോളും. നമുക്ക് അവിടുത്തെ ഷെഫുണ്ടോ ഒരു കാര്യങ്ങളെക്കുറിച്ചും മന്തിൻ്റെ നമുക്ക് PNL നോക്കണേ കാര്യമാണ്. അതെ, വേറെ ഒരു ബാധ്യതയെക്കുറിച്ചും നമുക്ക് അറിയണ്ട. ലണ്ടനിലെ ബിസിനസ് അവിടെ നന്നായി പോകുന്നു. ഞാനിപ്പോൾ 1-2 അവിടെ എടുത്തിട്ടുണ്ട്. 1-2 റെസ്റ്റോറൻറ്റോടെ ലണ്ടനിൽ തുടങ്ങാനുള്ള അതിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. അതും കൂടെ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. ഇതുപോലെ ഈ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ഒരു പരിപാടി, ബ്രാൻഡ് ഉണ്ടാക്കി വിൽക്കുക, അതെ, ഒരു പരിപാടി ഉണ്ടെന്ന് പറയാതെ ഇതിൽ പറഞ്ഞില്ലല്ലോ. അതാണ് നമ്മൾ ലണ്ടനിൽ പതുക്കെ റെസ്റ്റോറൻറ്റ് തുടങ്ങി നമ്മൾ സെറ്റായി കഴിയുമ്പോൾ നല്ല ബ്രാൻഡാക്കി നല്ല ബിസിനസ് ആക്കി കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ലൈക്ക് അന്നേരമാണ് നമുക്കൊരു ഗുഡ് വില്ല് ചോദിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ശരിക്കും ഞാൻ പൂട്ടി കിടന്ന റെസ്റ്റോറൻറ്റുകളെ കോവിഡ് ടൈമിൽ 1-2 എടുത്ത് അതിനെ ബിസിനസ്സാക്കി, അത് നല്ല ബിസിനസ് ആകുമ്പോൾ അത് സെല്ല് ചെയ്താണ് ഞാൻ കാശുണ്ടാക്കിയത്. അതായത് അതാണ് UK-യിൽ വർക്കൗട്ട് ആവുന്ന ഒരു രീതി കൂടുതൽ. അതായത് നല്ല രീതിയിൽ ബിസിനസ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു, നല്ല രീതിയിൽ അടിപൊളി പ്രോപ്പറാക്കി ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുഡ് വില്ല് കിട്ടും. ആ ഗുഡ് വില്ല് വെച്ച് വിൽക്കുക. അതാണ് നമ്മൾ കണ്ട ഒരു ബിസിനസ് ഐഡിയ. അതിലാണ് കാശ് കയറിയത്. അല്ലാതെ നമ്മളൊരു ലോങ് ടൈം ബിസിനസ് ഒരെണ്ണം മതിയല്ലോ, എല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് ഓടി നടന്ന് ചെയ്യാനുള്ള ഞാൻ തനിച്ചുള്ളൂ. എൻ്റെ കൂടെ പാർട്ട്നേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ട ഒരു ഐഡിയ അതാണ്. കോവിഡ് സമയമാണ് നമുക്ക് നിർണായകമായിട്ട് മാറ്റങ്ങൾ. കോവിഡാണ് എല്ലാത്തിനും മാറി മാറിണ്ടായത്. അതെ, ഷെഫിൻ്റെ ബ്രാൻഡ് ഷെഫ് തന്നെ ഇവിടെ തുടങ്ങുന്നതും എല്ലാം ഒരു കോവിഡ് മൂലം രക്ഷപ്പെട്ട ആളുകൾ നമ്മൾ ഒത്തിരി പേരുണ്ട് ഈ ലോകത്തെടുത്ത. കോവിഡിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഗുണം നമുക്കും ഉണ്ടായിട്ടുണ്ട്, ഉള്ള കാര്യം പറയാലോ. അതായത് ഈ പറഞ്ഞ മാതിരി 150,000-ഉം 200,000-ഉം സ്പെൻഡ് ചെയ്ത ആളുകൾ കോവിഡിൽ ആളുകൾ പേടിച്ച് ബിസിനസ് ക്ലോസ് ചെയ്തു. ഇനി എന്നാ സംഭവിക്കാൻ പോണെന്നൊന്നും ആർക്കും ആരെക്കുറിച്ചും ഒന്നും നാളെ ആരുണ്ടെന്നതിനെ കുറിച്ചൊന്നും ഒരുത്തിനും ധാരണയില്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് നമുക്കൊരു ധൈര്യം, എന്തും നമുക്കിത് ഓവർകം ചെയ്ത് പതുക്കെ കയറി വന്നാൽ ബിസിനസ് ചെയ്ത് എടുത്താൽ ബിസിനസ്സിന് നമുക്ക് ഡെവലപ്പ് ചെയ്താൽ നമുക്കൊരു മണി ഉണ്ടാക്കാം എന്നുള്ള ഒരു ധൈര്യം നമ്മളിലുണ്ടായിരുന്നു. ഈ 92-93 കാലഘട്ടത്തിൽ ഗോൾഡൻ ഗേറ്റിന്റെ ഒരു ഷർട്ട് വാങ്ങിയതിന് തല്ല് കിട്ടിയ ഒരു കുടുംബത്തിൽ നിന്നാണ്. അതെ, അച്ഛൻ തല്ലി, മകന് വേദന എടുത്തു. മകൻ അച്ഛനോട് പിന്നീട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ അന്ന് തല്ലിയത് കൊണ്ടാണ് അച്ഛാ ഞാൻ ഇങ്ങനെ ആയെന്ന് അച്ഛനോട്. അങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ടില്ലെങ്കിലും അച്ഛനും ഞാൻ എന്തോ മേടിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ബ്രാൻഡഡ് ഷർട്ടുകളും, അച്ഛൻ എന്തും മേടിച്ചു കൊടുത്താലും, ഒരു വാച്ച് മേടിച്ചു കൊടുത്താലും അച്ഛന് നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് പിന്നീട് മേടിച്ചു കൊടുത്തിരിക്കുന്നതും എല്ലാം. അച്ഛനതറിയാം. അച്ഛൻ ആളൊരു, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്പടികൻ സിനിമയിലെ ഒരു ചാക്കോമാഷുമാരിയുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോഴും ആള് ഇച്ചിരി റഫാണ്, വളരെ റഫാണ്. നിങ്ങൾ ആടുതോമ ആയില്ല. പക്ഷെ നമ്മൾ ആടുതോമ ആയില്ല. നമുക്ക് പഠിത്തത്തിൽ അത്ര നമുക്കിങ്ങനെ ബിസിനസ് ചെയ്യുക, നമുക്ക് നമ്മളുടെ ഇതായിരുന്നു. അപ്പം അച്ഛനിപ്പോഴും റഫാണ്. അപ്പം അച്ഛന് മേടിച്ചു കൊടുക്കുക. അപ്പം അച്ഛനെന്തെങ്കിലും പറയാറുണ്ടോ? പിന്നെ അച്ഛനെ കൊണ്ടുവന്ന് തിരി കുളപ്പിച്ചാണല്ലോ യുണൈറ്റഡ് കോക്കനട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അച്ഛൻ വന്ന് തിരി കൊളുത്തുകയും ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഇപ്പോൾ വിസിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. എന്താ പറയുക, സന്തോഷമാണോ? അച്ഛന് സന്തോഷമാണല്ലോ. പിന്നെ മക്കൾ നന്നായി കാണുന്നുള്ള ഏതൊരു അച്ഛനമ്മയുടെയും സന്തോഷങ്ങൾ വരുന്ന കാര്യമാണല്ലോ. ഇപ്പം ഈ കഥ അച്ഛൻ കേൾക്കും വീഡിയോയിലൂടെ. തീർച്ചയായിട്ടും അച്ഛൻ കേൾക്കണമല്ലോ. അന്ന് ഫോർച്യൂണറൊക്കെ ആയിട്ട് നടന്നൊരു വ്യക്തി തിരിച്ച് ലണ്ടനിൽ പോയിട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അതെ. ഇന്ന് എന്താ, എങ്ങനെയാ നിങ്ങൾ ഒരു സാമ്പത്തികം എന്താ, എന്ത് വെട്ടി പിടിച്ചു അല്ലെങ്കിൽ എന്ത് നേടിയെന്നാ കരുതുന്നത്? വളരെ നല്ല രീതിയിലുള്ള, തരക്കേടില്ല, നല്ല രീതിയിലുള്ള ഒരു ബാക്കപ്പ് നമ്മുടെ കയ്യിൽ നമ്മൾ സമ്പാദിക്കുകയും
നമ്മളിന്ന് റേഞ്ച് റോവറൊക്കെ മേടിച്ച് നമ്മുടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കണ്ടിട്ട് പ്രതീക്ഷ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമുക്ക് അത് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണല്ലോ നമുക്ക്. അതിൽ പ്രൗഡ്. അതിനകത്ത് നമുക്ക് പറയാൻ നമ്മളിന്നും തരക്കേടില്ലാത്ത നല്ലൊരു നിലയിലാണ് ജീവിക്കുന്നത് എന്ന് ആരുടെ അടുത്തും പറയാൻ സാധിക്കുന്നു. ഈ പ്രതീക്ഷ ഇത്രയും ഫണ്ടായി, എന്താ പ്രതീക്ഷനെ സംബന്ധിച്ച് പണം എന്ന് വെച്ചാൽ അതിനൊരു എന്താ കണക്കാക്കുന്നത്, എന്തായിട്ടാണ് പണത്തെ കാണുന്നത്? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത്. പണം വേണം നമുക്ക്, പണം ഇല്ലാണ്ടായാൽ പണമില്ലാത്തവൻ പിണം എന്ന് പറയുന്ന കാര്യമാണ്. പണം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ നല്ല ഒരു ലെവലിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിൽ ജീവിച്ച് പോവുക. പണം സേവിങ്സും നമ്മളുടെ കയ്യിൽ വേണം. ബട്ട് പണം മാത്രമാണ് എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ നല്ല ബന്ധങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിക്കാൻ. ഒത്തിരി നല്ല ബന്ധങ്ങൾ നമുക്ക് ഒത്തിരി സഹായകരമായിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല കോണ്ടാക്ട്സ് കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നടത്തിയെടുത്തിട്ടുണ്ട്. നല്ല ബന്ധങ്ങൾ വേണം, നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാരാണ്. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളല്ല നമ്മൾ. നല്ല ബന്ധങ്ങളെ അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും അങ്ങനെയുള്ള ഒത്തിരി നല്ല ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. എവിടെ സമൂഹത്തിൽ എവിടെ പോയാലും ഇനി ഈ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും നമുക്ക് ഒരു റൂം പോലും എടുക്കാതെ ഒരു സ്ഥലത്ത് ചെന്നാലും റൂം എടുക്കേണ്ട ആവശ്യം വരെ ഇല്ലാത്ത ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ദുബായി ചെന്നു, പ്രതീക്ഷേട്ടാ റൂം എടുക്കണ്ട കേട്ടോ, എൻ്റെ വീട്ടിൽ തങ്ങാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദുബായ് അല്ല ഇനിയിപ്പോൾ ലണ്ടനിൽ ചെന്നു, ലണ്ടനിൽ നമ്മുടെ വീട് പോലും നമുക്ക് വേണ്ട, എവിടെ കയറി ചെന്നാലും ഒരു രാത്രിയിൽ തങ്ങാനുള്ള ഒരു ബന്ധങ്ങൾ നമ്മൾ ഇതും കൊണ്ട് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതിനേക്കാളും വലുതാണ്, ഒത്തിരി വലുതാണ്. അതിനൊരു വ്യത്യാസമില്ല. പണം കൊടുത്താൽ കിട്ടുന്ന അല്ല ബന്ധം. പണം കൊടുത്താൽ ബന്ധങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ ഷെഫ് തന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വളരെ ഷെഫിൻ്റെ ഇന്ന് ഷെഫിൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നമ്മളെക്കാളൊക്കെ ഒത്തിരി മില്യനേഴ്സ് വരെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത്രയും വളരാത്ത ഒരാളായിട്ടും നമ്മളെ കൂടെ ചേർത്ത് നിർത്തിയത് ഷെഫിൻ്റെ വളരെ നല്ല മനസ്സിൻ്റെ ഒരു ബന്ധം കൊണ്ട് മാത്രമാണ് അല്ലേ. നമ്മളെപ്പോഴും കൂടെ ഒരു അനിയനെ പോലെ ചേർത്ത് നിർത്തുന്നത് ഒരു ബന്ധം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തിരിച്ചും ആ റെസ്പെക്റ്റ് അദ്ദേഹത്തോടും നമ്മുടെ മരണം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ട്. ആദ്യം പറയുകയാണെങ്കിൽ സാധാരണ കുടുംബത്തിൽ ജനിക്കുന്നു, അവിടെ നിന്ന് ചെറിയൊരു കർഷക കുടുംബമാണ്. പിന്നീട് സ്വന്തമായിട്ട് ചെറിയ ചെറിയ തുകകൾ അച്ചീവ് ചെയ്യുന്നു, എല്ലാ പണികളും ചെയ്യുന്നു, കഠിനമായിട്ട് എന്ത് പണിയെടുക്കാനും മടിയില്ല, ഒടുവിൽ കച്ചവടക്കാരനാവുന്നു. തിരിച്ച് വീണ്ടും ഒന്നും കയ്യിലുള്ള കാശുമായിട്ട് നേരെ ലണ്ടനിൽ പോയി അടിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും ഒരു സാധാരണ പണിക്കാരനാവുന്നു. അതിന് ഒരു ഭയമില്ല. അത് നാളെ ഇനി പാത്രം കഴുകാൻ ഇറങ്ങേണ്ട ഗതികേട് വന്നാലും ഇറങ്ങും. ഐ ആം റെഡി ടു. എനിക്കങ്ങനെ ഒരു പേടിയില്ല. നമ്മൾ അതിൽ നിന്ന് വീണ്ടും തിരിച്ച് ഇനിയിപ്പോൾ അങ്ങനെ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. ബിസിനസ്സിന് രണ്ട് വശമുണ്ടല്ലേ. തീർച്ചയായിട്ടും ബിസിനസ്സിന് എന്ത് സംഭവിക്കാം, നാളെ എന്താണ് സംഭവിക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ സേവിങ്സ് ടൈമിൽ നല്ല രീതിയിലുള്ളൊരു സേവിങ്സ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ബട്ട് നമുക്കൊരു അസുഖം വന്നാൽ മതി. ഇന്നത്തെ കാലത്തിൽ ആരെന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ കോടികളുണ്ടെങ്കിൽ തീരാൻ ചെറിയൊരു മതി. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ദൈവം നമ്മളെ തോൽപ്പിച്ചില്ലെങ്കിൽ, ദൈവം നമുക്ക് ഈ ആരോഗ്യം തന്നാൽ ഇനി എന്തെല്ലാം സംഭവിച്ചാലും നമ്മൾ ഓവർകം ചെയ്യും. എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ഇനി ബിസിനസ് പൊട്ടുമല്ല, ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഈ നമുക്ക് നമ്മളുടെ ഹെൽത്ത് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഐ ആം വെരി കോൺഫിഡൻറ്റ്. നമുക്ക് പണം ഒരുപാട് കയ്യിൽ വരുമ്പോൾ സാധാരണക്കാരെയൊക്കെ ഓർക്കാറുണ്ട്. കുറെ ആൾക്കാർ പണം വരുമ്പോൾ ആർക്കും ഒന്നും കൊടുക്കൂല, എല്ലാം ഒറ്റയ്ക്കാക്കി എടുത്ത് വെച്ചിട്ട് ആരെയും സഹായിക്കും. അങ്ങനെയൊന്നും ഒരാളല്ല നമ്മൾ. നമ്മളുടെ ഫ്രണ്ട്സിനെയും പഴയ ഫ്രണ്ട്സിനെയും ഒക്കെ ആ ഫ്രണ്ട്ഷിപ്പുകളും എല്ലാം കീപ്പ് ചെയ്ത് നമുക്ക് വളരെ ആ കാര്യത്തിന് നമ്മൾ വളരെ ഒരു വാല്യൂ കൽപ്പിക്കുന്ന ആളാണ്. അതിനൊരു വ്യത്യാസമില്ല. ജീവിതത്തിലെ മൂല്യങ്ങളാണ് മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി. അതിന് പ്രതീഷിന്റെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ബന്ധങ്ങളുണ്ട്. പ്രതീഷിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു മൊമെന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പ്രതീഷ് ഓർത്തെടുക്കുന്ന ഒരു മൊമെന്റ്? ഏതായിരിക്കും സന്തോഷകരമായ മൂമെന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും നല്ല സന്തോഷകരമായ മൂമെന്റ് ഞാൻ എൻ്റെ ലണ്ടനിൽ പോയി നല്ല രീതിയിൽ കാശൊക്കെ സമ്പാദിച്ച് തിരിച്ച് കൊച്ചിയിൽ വന്ന് എൻ്റെ കൊച്ചിയിൽ യുണൈറ്റഡ് കോക്കനട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം. ഞാനതിൻ്റെ തിരികൊളുത്തുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. കരഞ്ഞുപോയി. അത് ഷെഫിനോടും ആ വീഡിയോയിലൊക്കെ അത് എടുത്തു കളഞ്ഞാണ്. പക്ഷെ ഞാനത്
എന്താ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീല്. ഞാൻ അത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അതായത് അത്രയും 6000 സ്ക്വയർ ഫീറ്റ് ഒന്നും റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നോട്ട് ഈസി. ഇവിടെ വന്ന് ആരാണ് 1000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് 30 പേര് 40 പേര് ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അതും RCP പോലുള്ള ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റി എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നങ്ങളിലെ നമ്മൾ 10 years ബാക്ക് ഇരുന്ന് കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായ ഒരു ദിവസമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ദിവസം. അത് നമ്മൾ ചുമ്മാ പറഞ്ഞേക്കണം, ചുമ്മാ ഇരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ശരിക്കും 2 പെഗ്ഗൊക്കെ ഇരുന്ന് സംസാരിച്ചത് യാഥാർത്ഥ്യമായി കിട്ടിയതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ഏറ്റവും വലിയ സങ്കടം ഏറ്റവും വലിയ സങ്കടം ഒരു മനുഷ്യന് സന്തോഷം പോലെ തന്നെ സങ്കടം ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു വലിയ സങ്കടത്തിലേക്കൊന്നും ഇതുവരെ ദൈവം നമ്മളെ തള്ളിയിട്ടിട്ടില്ല എന്ന് പറയാം. വലിയൊരു സങ്കടം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയത് ഇല്ല. സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടാവും, പിന്നെയും അത് ഓവർകം ചെയ്തു വരും. സങ്കടം ഇല്ലാണ്ടിരുന്നിട്ടില്ല, അത് അപ്പ് ആൻഡ് ഡൗൺസ് ഓൾവേസ് എല്ലാവരുടെയും ലൈഫിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം പ്രൗഡ്. എനിക്ക് പറയാൻ പറ്റും ഞാൻ സന്തോഷവാനാണ്, സക്സസ് ആണെന്ന് പറയാൻ പറ്റും. പ്രതീക്ഷിത് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ പച്ചയായ ജീവിത കഥകളാണ്. ഒരു മനുഷ്യൻ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങുകയും അവിടെ നിന്ന് അതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ലണ്ടനിലേക്ക് പോവുകയും അവിടെ വീണ്ടും ഒരു സാധാരണ ജീവനക്കാരനായി വരികയും ഒടുവിൽ വലിയൊരു വ്യവസായ സാമ്രാജ്യം ലണ്ടനിൽ രൂപീകരിക്കുകയും ചെയ്ത കഥയാണ്. ഇന്നും ഒട്ടനവധി ആൾക്കാർ പ്രവാസികളായിട്ട് ലണ്ടനിലേക്കും UK-യിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രതീഷ്. എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത്, എന്ത് പണിയും എടുക്കാനുള്ള മനസ്സ്, കഷ്ടപ്പെടാനുള്ള മനസ്സ്, എല്ലാത്തിനോടും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം, ഇതൊക്കെയാണ് പ്രതീഷിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. പ്രതീഷ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും, ഒരുപാട് വിജയങ്ങൾ നേടും. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രതീഷ് ജീവിതത്തിൽ ഇനിയും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ഈ പ്രോഗ്രാമിൽ. താങ്ക് യു സോ മച്ച്.